അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പഠിതാക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പാരൻസ് മദ്രസയിലെ അഖീദ ക്ലാസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമായ കിതാബ് തൗഹീദും അത് എഴുതിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ കുറിച്ചുള്ള ജീവചരിത്രവും അതിനോടനുബന്ധിച്ച് തൗഹീദ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അത് നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാകും. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കാൻ. കാരണം ചോദ്യം നമ്മൾ ചില കാര്യങ്ങളൊന്ന് ചിന്തിപ്പിക്കുകയും ചില കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ നമ്മളെ സഹായിക്കുകയും. തൗഹീദ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്താണ് തൗഹീദ്? ഹബ്സബീബിയാണ്. തൗഹീദ് 3 ഇനങ്ങളാണ് തൗഹീദിന്റെ അക്സാമു. തൗഹീദു സലാസ: തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഉൽ വസിഫാത്ത്. മാഷാ അല്ലാഹ്. ഞാന് പിന്നെ അടുത്ത രണ്ടാമത് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഉത്തരം കൂടി ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ വന്നു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അതിലെ പിന്നെ തൗഹീദിന്റെ ഇനങ്ങൾ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ആ കൂട്ടത്തില് തൗഹീദ് എന്ന വാക്കിന്റെ അർത്ഥം, തൗഹീദ് എന്ന ഒരു പദത്തിന് ഒരു അർത്ഥമുണ്ട് അല്ലെ? ആ തൗഹീദ് എന്ന പദത്തിന്റെ അർത്ഥം എന്തായിരുന്നു? അതെ, ഏകനാക്കൽ. അപ്പൊ നമ്മൾ അവിടെ തൗഹീദ് പറഞ്ഞ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ ഏകനാക്കലാണ് തൗഹീദ്. അപ്പൊ തൗഹീദ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ ഏകനാക്കലാണ് തൗഹീദ്. ആ പ്രത്യേകമായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ആൻസർ. ഏതൊക്കെയാണ് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ാണ്? അതാണ് തൗഹീദു റുബൂബിയ്യ, തൗഹീദു ഉലൂഹിയ, തൗഹീദ് അസ്മാ വസിഫാത്ത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാന പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കലാണ്. അതിന്റെ ഇനങ്ങൾ 3 അത് റുബൂബിയ, ഉലൂഹിയ, അസ്മാഉ വസിഫാത്ത്. അത് റുബൂബിയ എന്ന് പറഞ്ഞാൽ റബ്ബ്, സൃഷ്ടാവ് അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസം. ഉലൂഹിയ എന്ന് പറഞ്ഞാൽ ഇലാഹ് അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസം. അസ്മാഉ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള വിശ്വാസം. അതിലെല്ലാം അള്ളാഹുവിനെ മാത്രം പ്രത്യേകമാക്കൽ, ഇതിനെയാണ് സാങ്കേതികമായി നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മറ്റൊരു സംഖ്യ തൗഹീദിന്റെ റുക്കുനുകളെ കുറിച്ചും പറഞ്ഞു. തൗഹീദിന്റെ റുക്കുനുകൾ, അത് എത്ര റുക്കുനുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? തൗഹീദിന്റെ റുക്കുനുകൾ എത്രയാണ്? അത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. തൗഹീദിന് എത്ര റുക്കുനുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 2 ഇസ്ബാത്ത്, നഫ്യ്. ഇസ്ബാത്ത്, നഫി. മാഷാ അല്ലാഹ്. ഇപ്പൊ ആരാ പറഞ്ഞത്? പേരെന്ന് പറഞ്ഞേ?
ഹഫ്സ ബീവി. ബീവി. മാഷാ അല്ലാ. ഇനി മറ്റുള്ള ആളുകൾക്കും പറയാട്ടോ തൗഹീദിന്റെ റുക്കൂനുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. തൗഹീദിന്റെ റുക്കൂനുകൾ രണ്ടാണ്. അത് ഇസ്ബാത്ത്, നഫി. എന്താണ് ഇസ്ബാത്ത്, നഫി എന്ന് കൂടി ഒന്ന് വേറെ ആർക്കെങ്കിലും പറയാമോ? എന്താണ് തൗഹീദിലെ ഇസ്ബാത്ത്, നഫി എന്താണ്? മറ്റാരെങ്കിലും ഒന്ന് പറഞ്ഞേ, തൗഹീദിലെ ഇസ്ബാത്ത് എന്താണ്, നഫി എന്താണ്? ദുർമൂർത്തികളെ ആ, ഒഴിവാക്കും. ഓക്കെ. ഒന്ന് ദുർമൂർത്തികളെ ഒഴിവാക്കുക, ഒന്ന്. ഓക്കെ. മറ്റൊന്ന് അള്ളാഹുവിന് മാത്രം ആരാധന. അള്ളാഹുവിന് മാത്രം ആരാധന. ഓക്കെ. അത് നമ്മള് പിന്നെ ആ പിന്നെ വാക്കിൽ നിന്ന് എങ്ങനെയാണ് അതിനെ തൗഹീദിന്റെ പദത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ ഇസ്ബാത്ത്, നഫി എടുക്കുക? ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? അത് ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ ഞാൻ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ട്? ഇസ്ബാത്ത് ഉണ്ട്, നഫി ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഇസ്ബാത്ത് ഏതാണ്, നഫി ഏതാണ്? തൗഹീദിന്റെ റുക്കിന് അത് രണ്ടും അതിൽ ലാ ഇലാഹ ഇല്ലല്ലയിലുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ തൗഹീദിന്റെ രണ്ട് റുക്കിനുണ്ട്. ഇസ്ബാത്തുണ്ട്, നഫി. ഇസ്ബാത്ത് ഏതാണ്, നഫി? ലാ ഇലാഹ. നഫി. ഓക്കെ. ലാ, അതില് ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്, അല്ലെ? ലാ ഇലാഹ. ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു? നഫി ചെയ്തു. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹും ഇല്ല എന്നാണ്. ഒരു ഇലാഹും ഇല്ല. അപ്പൊ നഫിയായി, പൂർണ്ണമായിട്ട് അവിടെ എന്താണ്? എല്ലാത്തിനെയും നിരോധിച്ചു. നഫി എന്ന് പറഞ്ഞാൽ നിരോധിക്കുക എന്നാണ് അർത്ഥം, വിരോധിക്കുക എന്നർത്ഥം. എല്ലാത്തിനെയും ഒഴിവാക്കി. ലാ ഇലാഹ, ഒറ്റ ഇലാഹും ഇല്ല. ഇനി ഇസ്ബാത്താണ്. ഇസ്ബാത്ത് ഏതാ? ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ. അള്ളാഹുവിനെ മാത്രം ഇസ്ബാത്ത് ചെയ്തു. അള്ളാഹുവിനെ മാത്രം നമ്മൾ അവിടെ സ്ഥാപിച്ചു. അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇലാഹായിട്ട് ഇല്ല. ഈ ഒരു തൗഹീദിന്റെ റുക്കിന് പാലിച്ചാൽ തന്നെ നമ്മുടെ വിശ്വാസം ശരിയായി. ഈ റുക്കിനില് നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രം പ്രത്യേകമായ ഒരു കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് യാതൊന്നും വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഇബാദത്തിലും പറ്റൂല, വിശ്വാസത്തിലും പറ്റൂല, അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ വിശേഷണത്തിൽ പോലും പറ്റൂല. അപ്പൊ നമ്മള് ചില ആളുകൾ മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ലോകം നിയന്ത്രിക്കുന്നത് CM ആണ് എന്നൊക്കെ പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ ഈ ഷർത്തില്, നമ്മൾ പറഞ്ഞ അള്ളാഹുവിന്റെ ഈ സിഫത്തില്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവിന് പങ്കാളികളെ വെക്കുന്നതിന് സമാനമാണ്. അതേപോലെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതകളാണ് അതൊക്കെ. കൈകാര്യകർത്തൃത്വത്തിൽ 3 വാക്കുകൾ നമ്മൾ പറഞ്ഞിരുന്നു. 3 വാക്ക്, ആ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട ഒരു 3 വാക്ക് കൂടി ഓർത്തു വെക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? ഖൽഖ്, മുൽക്ക്, തദ്ബീർ. അപ്പൊ ഇതിലൊക്കെ അള്ളാഹുവിനെ മാത്രമാക്കുകയും മറ്റുള്ള എല്ലാത്തിനെയും വെടിയുക എന്നതാണ് തൗഹീദിന്റെ ഇനങ്ങളും അതിന്റെ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതോടൊപ്പം ത്വാഗൂത്ത് എന്നൊരു പദത്തെ കുറിച്ച് നമ്മൾ ആ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ത്വാഗൂത്ത് എന്ന പദം എന്താണ്? ആ ത്വാഗൂത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദുർമൂർത്തികൾ, അല്ലെ? അപ്പൊ ത്വാഗൂത്തിനെ പിന്നെ ത്വാഗൂത്തിനെ വെടിയുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ അള്ളാഹുവിനെ ആരാധിച്ചാൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? താവൂത്തിനെ വെടിയുക കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ താവൂത്തിനെ വെടിയുക എന്ന് പറഞ്ഞാൽ ആരാണ് താവൂത്ത് എന്ന് ചോദിച്ചാൽ, ആരാണ് താവൂത്ത്? അള്ളാഹുവിന് പുറമെ ഇന്ന് ലോകത്ത് ആരാധിക്കപ്പെടുന്ന സർവ വസ്തുക്കളും എന്താണ്? താവൂത്താണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും കല്ലുകളാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും മഹാന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിലും ജിന്നുകളാണെങ്കിലും
ആരാധിക്കപ്പെടുന്ന അള്ളാഹുവിന് പുറമെ ഇന്ന് ലോകത്ത് ഇപ്പൊ ഈസാ നബി ആരാധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈസാ നബിയെയും എന്ത് പറയാം, താവൂത്തായി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും എന്താണ് ആരാധിക്കപ്പെടുന്ന ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നമുക്ക് എന്ത് പറയാം, ആരാധിക്കപ്പെടുന്നതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, ദുർമൂർത്തികൾ എന്ന് പറയാം. അത് അവരുടെ പിന്നെ അനുവാദത്തോടെയോ അംഗീകാരത്തോടെയോ അല്ലാതെയോ ഒക്കെ ആകാം. ഈ ആരാധിക്കപ്പെടുന്നതൊക്കെ ആരാധ്യന്മാരല്ല, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നവര് അത് കുറ്റക്കാരാകുന്നവരുണ്ടാകാം, കുറ്റക്കാരാകാത്തവരുണ്ടാകാം. അപ്പൊ അവരുടെ സമ്മതത്തോടെയും അറിവോടെയും ഇപ്പൊ ഫിറൌനിന്റെ സമ്മതത്തോടെയും ഫിറൌനിന്റെ അനുവാദത്തോടെയുമാണ് ഫിറൌൻ ആരാധിക്കപ്പെട്ടിരുന്നത്. ഞാനാണ് റബ്ബ് എന്ന് സ്വയം പ്രഖ്യാപിച്ചവനാണ് ഫിറൌൻ. എന്നാൽ പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയല്ല. അതുകൊണ്ടാണ് പരലോകത്ത് വരുമ്പോ ഈസാ നബീനെ അള്ളാഹു ചോദ്യം ചെയ്യുന്നത്, ഈസ നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും എനിക്ക് പുറമെ ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് പറഞ്ഞത് നീയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വരെ അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു പ്രവാചകനെ പോലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പ്രവാചകനാണ്. പിന്നെ അള്ളാഹുവിന്റെ കെലിമത്ത്, അള്ളാഹുവിന്റെ റൂഹ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകനെ പോലും നാളെ ആഖിറത്തിൽ അള്ളാഹു ചോദ്യം ചെയ്യുമെന്നാണ് തൗഹീദിന്റെ വിഷയത്തിൽ. അപ്പൊ പിന്നെ നമ്മുടെ ഈ നാട്ടിലൊക്കെയുള്ള സാധാരണക്കാരായ ഔലിയാക്കൾ, അല്ലെങ്കിൽ മുഹദ്ദി ഷെയ്ഖ് റഹിമഹുല്ല, അതേപോലെ ബദിരീങ്ങള്, മമ്പുറന്തങ്ങള്, അങ്ങനെയൊക്കെയുള്ള പിന്നെ മറ്റുള്ള സാധാരണക്കാരായ മഹാന്മാരായിട്ടുള്ള ആളുകൾ, അവരും ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അവരോട് ആളുകൾ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവരോടും അള്ളാഹു എന്ത് ചെയ്യും, അവരെയും അള്ളാഹു ചോദ്യം ചെയ്യും. അത് അവരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ എന്ന്. അപ്പൊ അവരത് അറിഞ്ഞിട്ടില്ല, അവരതിനെ നിഷേധിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവർ അതിനെ നിഷേധിക്കുകയും പിന്നെ ഈ ആരാധിച്ചവർ അവിടെ ശിക്ഷിക്കപ്പെടുകയും കുറ്റവാളികളാകുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതാണ് ആഖിറത്തിൽ നടക്കാൻ പോകുന്നത്. അതാണ് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് ഖുർആൻ പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ ഈ നിങ്ങളുടെ ആരാധ്യന്മാര് തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ആരാധനകളെ അവര് നിഷേധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ താവൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഒരു പൊതുവായിട്ടുള്ള പേരിൽപ്പെട്ടതാണ് താവൂത്ത് എന്നുള്ളത്. പിന്നെ അതിന് ചില ആളുകൾ പണ്ട് അനിസ്ലാമിക ഗവൺമെന്റ് എന്ന അർത്ഥമൊക്കെ താവൂത്തിന് ചില ആളുകൾ കൊടുത്തിരുന്നു. അപ്പം പിന്നെ അന്ന് വിശുദ്ധ ഖുർആൻ പിന്നെ നമ്മുടെ ഗവൺമെന്റിനെ അനുസരിക്കുന്നത് ഷിർക്കാണ് എന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ഈ താവൂത്ത് എന്ന പദം, താവൂത്ത് എന്ന് പറഞ്ഞാൽ അത് അനിസ്ലാമിക ഗവൺമെന്റ് ആണ് എന്ന് പോലും പിന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അപ്പൊ അതുകൊണ്ട് അനിസ്ലാമിക ഗവൺമെന്റിനെ അനുസരിച്ചാൽ അത് ഷിർക്കാകും എന്ന് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകൾ വരെ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ താവൂത്ത് എന്ന് ഉപയോഗിച്ചത് അത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെ കുറിച്ചും അത് താവൂത്തായിട്ടാണ്. കാരണം ആ ആരാധനകളെല്ലാം വന്നു ചേരുന്നത് ആർക്കാണ്? ഇവര് സാക്ഷാൽ ആരാധിക്കുന്നത് മഹാന്മാരെയും അല്ലെങ്കിൽ പിന്നെ മലക്കുകളെയോ അല്ലെങ്കിൽ പിന്നെ പ്രവാചകരെയോ സ്വാലിഹീങ്ങളെയൊക്കെ തന്നെയാണെങ്കിലും ഈ ആരാധനകൾ, അള്ളാഹുവിന് പുറമെയുള്ള ആരാധനകളൊക്കെ വന്നു ചേരുന്നത് പിശാചിനാണ്. അതുകൊണ്ടാണ് ദുർമൂർത്തികൾക്കുള്ള അവരുടെ ആരാധനകളെല്ലാം, അള്ളാഹുവിന് പുറമെയുള്ള ആരാധനകളെല്ലാം വന്നു ചേരുന്നത് പിശാചിനുള്ള ആരാധനയായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർക്കൊക്കെ ദുർമൂർത്തി എന്നാണ്, പിന്നെ താവൂത്ത് എന്നാണ് പറയുക. അപ്പൊ താവൂത്തുകളെ, എല്ലാ താവൂത്തുകളെയും, ചെറുതും വലുതുമായ എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ താവൂത്തുകളെയും നമ്മൾ വെടിയുമ്പോഴാണ് നമ്മുടെ തൗഹീദിന്റെ ആ ഷർത്തുകൾ പൂർണ്ണമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്തുകൾ, പിന്നെ ഒന്നാമത്തെ ഭാഗത്തിലെ കിതാബ് തൗഹീദ് എന്ന ആ ടൈറ്റിലില് ഒരു 4 ആയത്തുകൾ നമ്മൾ പറയുകയും ആ ആയത്തുകളിൽ നിന്നുള്ള കുറെ മസ്അലകൾ, ഏകദേശം പിന്നെ 8 മസ്അലകൾ വരെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ.
ഇനി അതിൽ 9 മുതൽ 12 വരെയുള്ള നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? എല്ലാവർക്കും ബുക്ക് കിട്ടിയ കിട്ടിയ ബുക്ക് കിട്ടിയെങ്കിൽ ഒന്ന് ഓക്കെ ഇട്ടാല് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? പുസ്തകം കിട്ടാത്തവരുണ്ടോ? കിട്ടാത്തവരായിരിക്കുമല്ലോ കുറവ് കിട്ടിയിട്ടില്ലെങ്കിൽ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? പുസ്തകം കിട്ടാത്തവര്? അസ്സലാമു അലൈക്കും. കിട്ടാത്തവർ എനിക്ക് കിട്ടിയിട്ടില്ല, ആ, പോയി വാങ്ങാൻ നാസർ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ. നാസറിക്കാടെ ഒരു സെറ്റ് കിട്ടിയല്ലേ? കിട്ടി. അതാണ് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ, ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാത്ത? ഇല്ല. ബാക്കി അപ്പൊ എല്ലാവരുടെ കയ്യിലും ബുക്ക് ഉണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പുസ്തകത്തിൽ തന്നെ പിന്നെ നമ്മുടെ പേജ് നമ്പർ 10-ാമത്തെ പേജ് നമ്പർ 10-ൽ 9 മുതൽ 12 വരെയുള്ള ഒരു മസ്അലകൾ നിങ്ങൾ അതിൽ നോക്കിയിരിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ആ പേജ് ഒന്ന് നോക്കിയാൽ മതി. അതിൽ 9 മുതൽ 12 വരെയുള്ള മസ്അലകൾ കാണാം. അതാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാ, അത് മാത്രമേ പറയാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അതിൽ 9 മുതൽ 12 വരെയുള്ള മസ്അല എന്ന് പറഞ്ഞാൽ അതിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നർത്ഥം. അതായത് അതിലുള്ള തെളിവുകൾ, അതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതിനാണ് മസ്അല എന്ന് പറയാം. അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരങ്ങൾ പറയുക എന്ന ഒരു ഇതിനാണ് മസ്അല എന്ന് പറയാം. പ്രശ്ന പരിഹാരം എന്നൊക്കെയാണ് മസ്അല എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് സൂറത്തുൽ അൻആമിന്റെ 151, 52, 53 ആയത്തുകളാണ് അവിടെ ചർച്ചകൾ. സൂറത്തുൽ അൻആമിന്റെ 151, സൂറത്തുൽ അൻആം 6-ാം അധ്യായമാണ്. 6-ാമത്തെ സൂറത്താണ്. ആ 6-ാമത്തെ സൂറത്തിലെ 151, 152, 153 ആയത്തുകളുടെ പ്രത്യേകതകളാണ് ഈ 9 മുതൽ 12 വരെയുള്ള മസ്അലകളിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതില് ആയത്തൊന്ന്, സൂറത്തുൽ അൻആമിന്റെ 151-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. അതില് അള്ളാഹു പറയാണ്: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. അപ്പൊ അത് സൂറത്തുൽ അൻആമിന്റെ 151-ാമത്തെ ആയത്താണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് പാരായണം ചെയ്യാവോ? ആയത്തൊന്ന് ഓതിയാല് അതിനുശേഷം നമുക്ക് അതിന്റെ അർത്ഥം പറയാം. أعوذ بالله من الشيطان الرجيم قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. മാഷാ അല്ലാഹ്. ആരാണ് ഓതിയത്? തസ്ലീന. മാഷാ അല്ലാഹ്. നല്ല ഖിറാഅത്ത്. ബറക്കല്ലാഹ്. വേറെ ആണുങ്ങളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരാൾ ഓദിക്കേ? ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടെന്ന് കരുതിയാണ്. ഇല്ല, ആരുടെയും വീഡിയോ നിങ്ങൾക്ക്
ആഗ്രഹമുള്ള ആളുകൾക്ക് വീഡിയോ ഓണാക്കാം. ആരെയും കാണുന്നില്ല ഇതില്. കണ്ടു കഴിഞ്ഞാലാണ് ചിലപ്പോൾ ചില ആളുകളെയൊക്കെ ഓർമ്മ വരുള്ളൂ. بسم الله الرحمن الرحيم قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. ഓക്കെ, മാഷാ അല്ലാ. സൈനുദ്ദീനിക്ക നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്. ഞങ്ങൾ കുറെ നാള് ഒരു പള്ളിയിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. മാഷാ അല്ലാ. അപ്പോ പിന്നെ ഇനി അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇതില് 151 ആയത്താണ്. 3 ആയത്തുകളുണ്ട്. നമ്മൾ പഠിക്കാൻ 3 ആയത്തുകളുണ്ട്. അതിൽ 1-ാമത്തെ ആയത്തില് അള്ളാഹു പറയാണ്, ഖുൽ, നബിയെ പറയുക, നിങ്ങൾ വരൂ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അതിന്റെ ആ ഒരു ശൈലി ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അള്ളാഹു എത്ര പ്രാധാന്യത്തോടു കൂടിയാ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ വിളിച്ചുകൊണ്ട് പറയണം, നബിയെ പറയുക, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് പറയാനാണ്. വിശ്വാസികളെ, നിങ്ങൾ വരൂ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയത് പറഞ്ഞു കേൾപ്പിക്കാം. അപ്പൊ അതൊരു ശൈലിയാണ്. പ്രത്യേകമായ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ട കാര്യങ്ങളാണ് തുടർന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ശൈലിയിൽ അള്ളാഹു പറയുന്നത്. എന്നിട്ട് നോക്കി, 1-ാമത്തെ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് 1-ാമത് പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാലോ. 1-ാമത് പറഞ്ഞ കാര്യം എന്താ? അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അത് നമുക്ക് നിഷിദ്ധമാണ്. അപ്പൊ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 1-ാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിന് പങ്കു ചേർക്കുക എന്ന കാര്യമാണ്. അപ്പൊ അത് ഒരു നിലയിലും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. 3, ദാരിദ്ര്യം കാരണമായി സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. 4, നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം തരുന്നത്. അത് 3മായി ബന്ധപ്പെട്ടതാണ്. 4-മത്തത് അടുത്തത്. പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികളെ നിങ്ങൾ സമീപിച്ചു പോകരുത്. 5, അള്ളാഹു പരിപാവനമാക്കിയ ജീവനെ ന്യായപ്രകാരം അല്ലാതെ നിങ്ങൾ ഹനിച്ചു കളയരുത്. അതെ. എന്നിട്ട് ഈ 5 കാര്യം, ഇപ്പൊ ഈ ഒരു ആയത്തിൽ എത്ര കാര്യങ്ങൾ പറഞ്ഞു? 151-ാമത്തെ ആയത്തിൽ 5 കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണത്. അള്ളാഹുവിന്റെ ശൈലി, ആയത്തിന്റെ അവസാനമൊക്കെ വളരെ ഒരുപാട് പ്രത്യേകതയോടുകൂടിയാണ് ഈ ആയത്ത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ആദ്യം നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അവസാനിപ്പിക്കുന്നതും നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ഉപദേശമാണെന്ന. ഇനി ആ ഒരായത്തിൽ നിന്ന് തന്നെ 5 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത ആയത്ത് നോക്കിയേ, സൂറത്തുൽ അൻആമിന്റെ 152-ാമത്തെ ആയത്ത്. അതിൽ വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദഹു വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ വബിഅഹ്ദില്ലാഹി ഔഫു ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തദക്കറൂൻ.
ആ ആയത്തും അവസാനിപ്പിക്കുന്നത് അതേപോലെ തന്നെ പറഞ്ഞിട്ടായത് ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്, നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണെന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്തും അവസാനിപ്പിക്കുന്നത്. ഇനി അതിൽ ഏതൊക്കെ കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ, ഏറ്റവും ഉത്തമമായ മാർഗത്തിലൂടെ അല്ലാതെ നിങ്ങൾ അനാഥയുടെ സ്വത്തിനെ സമീപിച്ചു പോകരുത്. അപ്പൊ അനാഥയുടെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെയോ, അവന് കാര്യപ്രാപ്തി എത്തുന്നത് വരെ നിങ്ങൾ അവന്റെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കണം. ഇനി നിങ്ങൾ നീതിപൂർവം അളവും തൂക്കവും തികച്ചു കൊടുക്കണം. അതിലെ രണ്ടാമത്തെ കാര്യം, നീതിപൂർവം അളവും തൂക്കവും തികച്ചു കൊടുക്കണം. ഒരാൾക്കും അയാളുടെ കഴിവിലുപരിയായി നാം ബാധ്യത ചുമത്തുന്നതല്ല. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കണം. മൂന്നാമത്തെ കാര്യം, അതൊരു ബന്ധുവിന്റെ കാര്യമായിരുന്നാൽ പോലും അള്ളാഹുവോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുക. നാലാമത്തെ കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണത്. അപ്പം ആദ്യത്തെ ആയത്തിൽ എത്ര കാര്യം പറഞ്ഞു? 5 കാര്യം. 5. രണ്ടാമത്തെ ആയത്തിൽ എത്ര കാര്യം പറഞ്ഞു? ഇപ്പൊ പറഞ്ഞ ആയത്തില് എണ്ണിയില്ല. അത് ഒന്നെണ്ണിക്ക് ഏറ്റവും ഉത്തമമായ മാർഗത്തിലൂടെ അല്ലാതെ നിങ്ങൾ അനാഥയുടെ സ്വത്തിനെ സമീപിച്ചു പോകരുത്. രണ്ടാമത്തെ 4 കാര്യം തന്നെയല്ലേ? അതെ, 4 കാര്യം. ആദ്യത്തേതില് 5, രണ്ടാമത്തേതില് 4. അപ്പൊ എത്രയായി? 9. 9. ഇനി എത്ര എണ്ണം ഉണ്ട്? 12. ഇനി നോക്കാം. ഇനി അതിലെ 153-ാമത്തെ ആയത്തും കൂടി പറഞ്ഞിട്ട് നമുക്ക് പറയാം. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ, ഇതത്ര എന്റെ നേരായ പാത. ഫത്തബിഊഹു, നിങ്ങൾ ആ മാർഗം, ആ പാത നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുല, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അപ്പോൾ നിങ്ങൾ ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, അവിടെയും അള്ളാഹു അതേ പ്രയോഗം, ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, ഇത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ഉപദേശമാണ്. അപ്പൊ ഇതില് ആ മാർഗത്തെ പിൻപറ്റണം, നേരായ മാർഗത്തെ പിൻപറ്റണം എന്ന് പറഞ്ഞ ഒരു കാര്യം. അപ്പൊ 5, 4, 1 മൊത്തം 10 കാര്യം. അപ്പൊ നോക്കിയ നിങ്ങള് മൊത്തത്തില് ആ ആയത്തിൽ, ഈ 3 ആയത്തിലും കൂടി വരുന്ന കാര്യങ്ങൾ നോക്കിയ 10 മസ്അലകൾ. എത്ര മസ്അല ഉണ്ട് ഈ 3 ആയത്തില്? 10 മസ്അലകൾ ഉണ്ട്. അതിലെ 3 എണ്ണം, ആദ്യത്തെ 3 എണ്ണം ഒന്ന് വായിച്ച ആരെങ്കിലും? ഇതുവരെ വായിക്കാത്ത ആൾക്കാർ വായിച്ചോട്ടാ, പറയാത്ത ആൾക്കാര്. ആദ്യത്തെ 3 എണ്ണം അവിടെ കാണാം, ഒന്ന് വായിച്ചേ. അള്ളാഹുവിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ദാരിദ്ര്യം കാരണം സ്വന്തം മക്കളെ കൊന്നുകളയരുത്. 3 ആയി. ഇനി അടുത്ത ആൾ വായിച്ചേ, 4, 5, 6. പ്രത്യക്ഷവും പരോക്ഷവുമായി നീചവൃത്തികളെ സമീപിക്കരുത്. അള്ളാഹു പരിപാവനമാക്കിയ ജീവൻ അന്യായമായി ഹനിക്കരുത്. ഒന്നുകൂടി വിശദീകരിക്കാവോ? 5-ാമത്തെ എന്താണ്? അള്ളാഹു പരിപാലനമാക്കിയ ജീവൻ അന്യായമായി ഹനിക്കരുത്. അതിനൊന്നും വിശദീകരിക്കാവോ? എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത്? ഞാൻ വിശദീകരിക്കാം. ആദ്യം ഇതൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഓരോന്നിലേക്കും. അനാഥയുടെ സ്വത്തിന്റെ സംരക്ഷണത്തിന്റെയും കാര്യം, അനാഥയുടെ സ്വത്തിന്റെയും അവരെ സംരക്ഷിക്കുന്നതിന്റെയും കാര്യം. ഈ 7, 8, 9, 10. അളവും തൂക്കവും തികച്ചു കൊടുക്കണം. സംസാരത്തിൽ നീതി പുലർത്തണം. അള്ളാഹുവോടുള്ള കരാർ നിറവേറ്റുക. ഈ നേരായ മാർഗം പിന്തുടരുക. ഇതാണ് ഈ 10 മസ്അല. അതായത് സൂറത്തുൽ അൻആമിന്റെ 151, 152, 153 ആയത്തുകളിൽ അള്ളാഹു 10 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഇനി അത് തന്നെ ഒന്നുകൂടി നോക്കാം. 10 മസ്അലകളിൽ ഒന്നാമത് പറഞ്ഞത് ആ 1, 2, 3 എന്നുള്ള അതില് ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത് പറഞ്ഞത് അള്ളാഹുൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? തൗഹീദാണ്, അല്ലെ? അപ്പൊ ആ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഥവാ അള്ളാഹുൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നതാണ്
അതിൽ ഒന്നാമത്തെ, ഇത് സൂറത്തുൽ നിസാഇന്റെയും സൂറത്തുൽ ഇസ്രാഇന്റെയും ആയത്തുകളിൽ ഇതേ രീതിയിൽ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു എന്ന അള്ളാഹുവിന്റെ കൽപ്പന നമുക്ക് കാണാം. അപ്പം ഏറ്റവും സംഗതിയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നുള്ളത്. ചില ആളുകൾക്ക് ഇത് നിസ്സാരമാണ്. അല്ല, ചില നമ്മളെ സമൂഹത്തിൽ നോക്കിയ ഏറ്റവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറെ എന്തും ചെയ്യാം, വേറെ എങ്ങനെയും ജീവിക്കാം, ഒരു കുഴപ്പമില്ല, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ബാക്കി നമ്മുടെ നിസ്കാരം, നോമ്പ്, കാര്യങ്ങളൊക്കെ നോക്കി പോയാൽ മതി, തൗഹീദൊക്കെ അങ്ങോട്ട് പൂർത്തിയായി എന്ന രൂപത്തിലാണ്. എന്നാൽ ഖുർആന്റെ പരാമർശങ്ങൾ അലൈഹിസ്സലാമയോടാണ് അത്ര പ്രാധാന്യത്തോടു കൂടി പറയുന്നത്. നബിയെ പറയുക, അവർക്ക് നീ വിശദീകരിച്ചു കൊടുക്കുക, നിന്റെ റബ്ബ് അവരോട് വിരോധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് മുഅ്മിനീങ്ങളോട് തന്നെ വിശ്വാസികളായ ആളുകൾ പാലിക്കേണ്ട കാര്യമാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ വിശ്വാസികളായ ആളുകൾ തന്നെ ഒന്നാമത് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ട വിഷയം അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ തൗഹീദ് ശരിയാവുകയും ശിർക്ക് കടന്നു വരാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ അഖീദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ അത് തന്നെയാണ്. തൗഹീദ് ശരിയാക്കുക എന്നതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാം പറഞ്ഞ ആയത്തിൽ പറഞ്ഞ 151 ആയത്തിൽ പറഞ്ഞതാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മാതാപിതാക്കളെ പരിഗണിക്കണം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന്റെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബാധ്യത കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് അവന്റെ മാതാവിനോടാണ്, പിന്നെ അവന്റെ പിതാവിനോടാണ്. അപ്പൊ ആ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ നന്നാക്കണം, അവരോടുള്ള കടമകൾ പാലിക്കണം. ഇന്ന് നമ്മളൊക്കെ എപ്പോഴും മാതാപിതാക്കളെ ക്രൂരമായ പീഡനങ്ങൾക്കും അതേപോലെ തന്നെയുള്ള വലിയ മക്കളുടെ ക്രൂരതകൾക്കും എല്ലാം ആകുന്ന ചിത്രങ്ങൾ അല്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലും കേട്ട ഒരു വളരെ പ്രായം ചെന്ന 84 വയസ്സുള്ള വൃദ്ധരായ മാതാപിതാക്കളെ, 84ഉം 75 വയസ്സൊക്കെയുള്ള മാതാപിതാക്കളെ സ്വത്തിനു വേണ്ടി ജീവനോടെ തീയിട്ടുകൊന്ന വാർത്തകൾ നമ്മളുടെ കേരളത്തിൽ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ മാതാവിന്റെ കഴുത്തറുത്ത മകൻ, 25 വയസ്സ് പ്രായമുള്ള മകൻ മാതാവിന്റെ കഴുത്തറുത്ത വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ക്രൂരതകൾ മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അവരുടെ മാതാപിതാക്കളോട് അവർക്ക് വലിയ ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുകയും അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി മൂന്നാമത് പറഞ്ഞ സംഗതി, ദാരിദ്ര്യം കാരണം സ്വന്തം മക്കളെ കൊന്നുകളയരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ദാരിദ്ര്യ ഭയത്താൽ മക്കളെ കൊന്നുകളയുന്ന ഒരു രീതി, ഒരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ പെൺകുട്ടികളെ, എനിക്ക് പിറന്നത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഹദീസുകളിലൊക്കെ ആ പരാമർശങ്ങൾ കാണാം. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുമെന്ന ഭയത്താൽ മക്കളെ അരുംകൊല ചെയ്തിരുന്ന ആ സമ്പ്രദായം അത് നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകങ്ങളൊക്കെ ഹദീസുകളിൽ കാണാം. അപ്പോൾ മക്കളെ കൊന്നുകളയുക, അത് പഴയ രൂപം വ്യത്യാസമുണ്ട്. ഇന്ന് പുതിയ രൂപത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ദാരിദ്ര്യം ഭയന്നോ അതല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ ഒക്കെ മക്കളെ കൊന്നുകളയുന്ന ആ ഒരു പുതിയ രൂപത്തിലേക്കൊക്കെ തന്നെ ആളുകൾ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ വിശ്വാസികൾ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒരിക്കലും മക്കളെ അതല്ലെങ്കിൽ ഏതെങ്കിലും തനിക്ക് ഭാവിയിൽ എന്തെങ്കിലും സാമ്പത്തികമായ ദോഷമുണ്ടാകും അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ കരുതി വിചാരിച്ചുകൊണ്ട് മക്കളെ അരിങ്കൊല ചെയ്യുന്ന സമ്പ്രദായത്തെ അത് അള്ളാഹു വളരെ കണിശമായി വിരോധിച്ച കാര്യങ്ങളാണ്. ഇനി നാലാമത് പറഞ്ഞ കാര്യം, പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികളെ സമീപിക്കരുത്. പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് നേർക്ക് നേരെ കാണാവുന്ന തെറ്റാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഇനി അതല്ല അതിനെക്കുറിച്ച് കൃത്യമായ മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തെറ്റുകളുമൊക്കെ ഉണ്ട്. അപ്പൊ ഏത് രൂപത്തിലുള്ള തെറ്റുകളാണെങ്കിലും ഒരു വിശ്വാസി ഒരിക്കലും അവൻ തെറ്റുകളെ സമീപിക്കാൻ പാടില്ല, നീചവൃത്തികളെ സമീപിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ
തിന്മകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ പേടിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മക്കളുടെ വിഷയങ്ങളിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കൾക്ക് വലിയ ആശങ്കകളുള്ള കാലഘട്ടമാണ്. അപ്പം കാരണം തെറ്റുകൾക്ക് എല്ലാവിധ അനുവാദമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തെറ്റാണെന്ന് പറയുന്ന ആളുകളെയാണ് സമൂഹം കല്ലെറിയുന്നത്. അല്ലെ, ഒരു തെറ്റ് ഒരാള് അത് ചെയ്യരുത്, അത് അനാവശ്യമാണെന്ന് പറഞ്ഞാൽ അത് പറയുന്നവനാണ് ഇന്ന് മോശക്കാരനാകുന്നത്. അല്ലെ, ഒരു മോശമായ രൂപത്തിലുള്ള വസ്ത്രധാരണം ശ്രദ്ധയിൽപ്പെട്ട് അത് തിരുത്തി കൊടുത്താൽ അത് പറയുന്നവന്റെ നേരെയാണ്. ഇവനൊക്കെ മറ്റേത് നൂറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ ഇവനൊക്കെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവനാണ്, ഇവനൊന്നും ഇപ്പോഴും നേരം വെളുക്കാത്തവനാണ്. അപ്പൊ ആ രൂപത്തിലുള്ള വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞ നീചവൃത്തികളെ എതിർക്കുന്ന ആളുകൾക്ക്, അല്ലെ, ഒരു തെറ്റ് കണ്ടാൽ എതിർക്കുന്ന ആളുകളെയാണ് ഇന്ന് ആളുകൾ മോശക്കാരായിട്ട് മാറ്റുന്നത്. കാരണം ഇന്ന് എന്തിനും സ്വാതന്ത്ര്യമാണ്. സ്വന്തം വീട്ടിൽ പോലും മാതാപിതാക്കൾക്ക് പോലും മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യ പറഞ്ഞുകൊണ്ട് അത് വാദിക്കുന്ന ആളുകൾ, സ്വതന്ത്ര ലൈംഗികത പോലും ഇന്ന് അനുവദനീയമാണ്, അത് വേണമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഫ്രീ തിങ്കേഴ്സ് എന്ന പേരിൽ ഇന്ന് ആളുകളുണ്ട്. അതേപോലെ വിവാഹം രംഗത്ത് പോലും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, അല്ലെ, ഒരു ആണിന്റെ ഇഷ്ടമാണ്. ആണിനെ സ്വീകരിക്കണോ പെണ്ണിനെ സ്വീകരിക്കണോ എന്നതെല്ലാം അവനവന്റെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുള്ള ലോകത്താണ്. അപ്പം നീചവൃത്തി എന്താന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ ഏതാണെന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറിപ്പോയിട്ടുണ്ട് എല്ലാ രംഗത്തും, അല്ലെ. മനുഷ്യർ വളരെ സന്തോഷത്തോടു കൂടി ഇസ്ലാം അനുവദിച്ചു കൊടുത്ത വിവാഹ രംഗത്ത് പോലും ഇന്ന് നീചവൃത്തികൾ അരങ്ങേറുന്നത് നമ്മൾ കാണുന്നു. വിവാഹത്തിന് മുമ്പ്, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോലും തെറ്റായ ആഭാസങ്ങൾ, ആ വിവാഹത്തിന്റെ പേരിൽ ഫോട്ടോഷൂട്ടുകൾ അടക്കമുള്ള, അതല്ലെങ്കിൽ മറ്റു പല വിവാഹത്തിന്റെ അന്ന് കാട്ടിക്കൂട്ടുന്ന പല വിനോദങ്ങളും എല്ലാം തെറ്റായ രൂപത്തിലേക്കൊക്കെ മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നീചവൃത്തികളെ ഒരിക്കലും ഒരു വിശ്വാസി അതിനെ അനുകൂലിക്കാൻ, അത് ചെയ്യാനും പാടില്ല, അതിനെ അനുകൂലിക്കാനും പാടില്ല. നീചവൃത്തികളെ തടയുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഒരു തെറ്റ് കണ്ടാൽ അത് തടയണം. അത് കൈകൊണ്ട് തടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ, വാഗൊണ്ട് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഇനി അതിന് കഴിഞ്ഞെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കാൻ, തെറ്റുകളെ വെറുക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു വിശ്വാസിയുടെ നിലപാടുകളാണ്. തെറ്റിനെ വെറുക്കണം. അല്ലാതെ തെറ്റ് കണ്ടിട്ടോ അതൊന്നും കാണാത്തവരെ പോലെ മിണ്ടാതിരിക്കാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. പ്രത്യേകിച്ച് ഇത് നമുക്ക് ഈ സമൂഹത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെങ്കിലും നമുക്ക് കഴിയണം. സമൂഹത്തിലൊക്കെ ഇന്ന് കുറെയൊക്കെ നമുക്ക് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മുടെ സ്വന്തം വീട്ടില് അത്തരത്തിലെ നീചവൃത്തികൾ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ആഖിറത്തില് അള്ളാഹുവിന്റെ കാരുണ്യം പോലും ലഭിക്കാതെ പോകുന്ന ചില ആളുകളെ കുറിച്ച് വിശദീകരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, സ്വന്തം വീട്ടിൽ തോന്നിയാസം അനുവദിച്ചു കൊടുക്കുന്ന രക്ഷിതാവ് എന്നാണ്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നീചവൃത്തികൾ അത് ചെറുതായിരുന്നാൽ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസുകളുണ്ട്, നിങ്ങൾ ഒരിക്കലും തെറ്റിനെ നിസ്സാരമായി കാണരുത്, ഇത് ചെറുതല്ലേ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം ചെറിയ ചെറിയ കല്ലുകൾ ചേർന്നിട്ടാണ് വലിയ വലിയ പർവ്വതങ്ങളായിത്തീരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ തെറ്റിനെ പോലും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ ഈ ആയത്തിലെ നാലാമത്തെ മസ്അല, അതായത് നാലാമത് നമുക്ക് ഇതിന് പഠിക്കാനുള്ളത് പുണ്യം എന്താണ്, പാപം എന്താണെന്നൊക്കെ പറയാൻ നിന്നാൽ ഒരുപാടുണ്ട്, അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, നബി എന്താണ് പുണ്യം, എന്താണ് പാപം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കുറെ തെറ്റുകളും കുറെ നന്മകളും അല്ല പറഞ്ഞു കൊടുത്തത്. പുണ്യം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖാണ്, സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവമാണ് പുണ്യം. അതേപോലെ പാപം എന്ന് പറഞ്ഞാൽ അത് നിന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതും ജനങ്ങൾ അറിയുന്നത് നീ വെറുക്കുന്നതുമായ കാര്യങ്ങളാണ് പാപം. ഇങ്ങനെ രണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അപ്പം പുണ്യമാണെങ്കിൽ അതെന്തായിരിക്കും, അത് സൽസ്വഭാവമായിരിക്കുമെന്നാ. ഇന്ന് സൽസ്വഭാവികളായി മാറാൻ നമുക്ക് സാധിക്കണം, അല്ലെ. ഇപ്പോ നമ്മൾ ക്യാമ്പസുകളിൽ നിന്ന്, അല്ലെ, സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് പോലും ക്രൂര വിനോദങ്ങൾക്ക് വിധേയനായിക്കൊണ്ട്
പിന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ട് അത് മറക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥിയോട് മറ്റൊരു ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ കാട്ടിയ ക്രൂരതയുടെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ ക്രൂര വിനോദങ്ങളെല്ലാം അതിനെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആഭാസങ്ങളെ ആഘോഷിക്കുന്ന കാരുണ്യം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് മനുഷ്യർ മാറുന്നത് എപ്പോഴാണ്? ഈ തിന്മ പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികൾ, മദ്യപാനം, ലഹരി അടക്കമുള്ള, വ്യഭിചാരം അടക്കമുള്ള തെറ്റുകളും തിന്മകളും വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ, അതിനെ സമീപിക്കരുതെന്നാണ്, ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. അതിന്റെ പരിസരത്തു കൂടി പോലും പോകരുത്. അതിൻ്റെക്ക് എത്തി നോക്കുന്ന, വെറുതെ പോലും തമാശക്ക് പോലും എന്താണെന്നറിയാൻ പോലും ആ സമീപത്തേക്ക് പോലും പോകരുതെന്നാണ് ഖുറാനിന്റെ നമ്മളോടുള്ള താക്കീത്. ഇനി അഞ്ചാമത് പറഞ്ഞ കാര്യം, നേരത്തെ ചോദിച്ച അള്ളാഹു പരിപാവനമാക്കിയ ജീവൻ അന്യായമായി ഹനിക്കരുത് എന്ന് പറഞ്ഞത് ശരിക്ക് എന്താണ്? കൊലപാതകത്തെ കുറിച്ചാണ്. അതായത് അള്ളാഹു പരിപാവനമാക്കിയത് നമ്മുടെ ജീവൻ അത് പരിപാവനമായ വസ്തുവാണ്. അതിനെ ഹനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ അകാരണമായിട്ട് സ്വന്തമായിട്ടും ഇപ്പൊ ഹനിക്കാൻ, ഇപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല, കാരണം പവിത്രമാണ്, എൻ്റെ ജീവിതം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. എന്ത് പ്രതിസന്ധി വന്നാലും ആത്മഹത്യ എന്നുള്ളത് ഒരു പരിഹാരമല്ല. അപ്പം ഇന്ന് അതും അവിടെ നമ്മൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് കുറവാണ്, കാരണം ഇസ്ലാമിൽ ആത്മഹത്യ പാടില്ലാത്തതാണെന്ന്. എന്നാൽ ഇന്ന് ഈ അടുത്ത് നമ്മൾ കേട്ട വാർത്തകളൊക്കെ മുസ്ലിം വിദ്യാർത്ഥികളടക്കം ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ആത്മഹത്യയുടെ കണക്കുകൾ മുസ്ലിങ്ങളുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പം അത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പരലോക ബോധം ഇല്ലാത്തത് കൊണ്ടാണ്. ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യന് ആദ്യം നഷ്ടപ്പെടുന്നത് പരലോക ബോധമാണ്. കാരണം എന്താ? ഈ ആത്മഹത്യ ഒരു പരിഹാരമാണെന്ന് അവൻ കാണുകയാണ്. അവന്റെ വിഷമത്തിനുള്ള പരിഹാരമാണ് തന്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നവൻ ചിന്തിക്കുന്നു. അപ്പം അവൻ ആഖിറത്തിനെ, മരണാനന്തര ജീവിതത്തെ മറന്നു പോവുകയാണ്. അപ്പൊ ആ മരണാനന്തര ജീവിതത്തെ മറന്നു പോകുന്ന ആളുകളാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതേപോലെ മറ്റുള്ളവരെ കൊല്ലുക, കൊലപാതകം അല്ലെ, മറ്റുള്ളവരെ വധിക്കുക, മറ്റുള്ളവരുടെ ജീവൻ എടുക്കുക, ആളുകളെ ആക്രമിക്കുക, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുക, കൊലപാതകങ്ങളിലേക്ക് ഏർപ്പെടുത്തുക, കൊട്ടേഷൻ സംഘങ്ങൾ അല്ലെ. നമ്മളിപ്പോ ഇന്ന് എന്ത് വാർത്ത നമ്മൾ ന്യൂസ് ചാനൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ കേൾക്കുന്നത് മൊത്തം എവിടെയെങ്കിലും നടന്ന കൊലപാതകത്തിന്റെ വാർത്ത. ഒരു ദിവസം പോലും ഇല്ല ഞെട്ടിക്കുന്ന കൊലപാതകം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വന്ന് നമ്മളെ ഞെട്ടിക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ ദിവസവും ഇത് കേട്ട് 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 ഇപ്പൊ മനുഷ്യർക്ക് ഒരു ഞെട്ടലില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. അത്രയും വലിയ കൊലപാതകങ്ങൾ ഓരോ ദിവസവും പുതിയ രൂപത്തിൽ സ്വന്തം കുടുംബത്തിലുള്ളവരെ അല്ലെങ്കിൽ അയൽവാസികളെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ മകനെ, മക്കളെ അല്ലെ, ഒരു 2.5 വയസ്സുള്ള ഒരു കുട്ടിയെ വരെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്ന വാർത്തകൾ നമ്മൾ കേട്ടു. അത് ആര് കൊന്നു, എന്തിനു കൊന്നു, ഇതൊന്നുമല്ല. പക്ഷേ ഇവിടെ കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു രൂപത്തിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം കൂടി ഉണ്ടല്ലോ. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കും. എന്നിട്ട് കൊന്നവനെ അറിയില്ല ഞാൻ എന്തിനാ കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെട്ടവനെ അറിയില്ല ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടത്. അത്രയും അങ്ങനെയുള്ള ഒരു അവസ്ഥ വരെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു താക്കീതാണ്, അന്ത്യനാളിനെ കുറിച്ചുള്ള ഇതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകും. എങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാളെയും അന്യായമായി ഉപദ്രവിക്കാനോ അവനെ പ്രഹരിക്കാനോ അവനെ മർദ്ദിക്കാനോ അതിലൂടെ അവന്റെ ജീവൻ എടുക്കാനോ നമുക്ക് അനുവാദമില്ല, നമുക്ക് അവകാശമില്ല. പിന്നെ ഇവിടെ അന്യായമായിട്ട് എന്ന് പറയാൻ കാരണം, ന്യായമായി ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഗവൺമെന്റ് പോലെയുള്ള അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമൊക്കെയുള്ള നാട്ടില് അവർക്ക് ശിക്ഷയുടെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ വധശിക്ഷക്കൊക്കെ വിധിക്കപ്പെടുന്ന ആളുകൾ, ഇനി അതല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള അനുവദനീയമായ യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ന്യായമായും അല്ലെങ്കിൽ അത് ചിലപ്പോൾ അനിവാര്യമായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ അതല്ലാത്ത നിലയിൽ ഒരാളെയും കൊല്ലാനോ വധിക്കാനോ അവരുടെ ജീവൻ എടുക്കാനോ നമുക്ക് അനുവാദമില്ല എന്നുള്ളതാണ് മനുഷ്യജീവന് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു സ്ഥാനമാണ് അതിൽ പഠിപ്പിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് കൊലപാതകവും പാടില്ല, ആത്മഹത്യവും പാടില്ല. കാരണം അത് അള്ളാഹുവാണ് നമുക്ക് ജീവൻ നൽകിയത്. ആയുസ് അള്ളാഹുവിന്റെ പിന്നെ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആയുസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയാൽ അത് നല്ലതാണ്. ആയുസ് കൂടുക എന്നുള്ളത് നല്ലതാണ്. കാരണം എന്താ? ഒന്നില്ലെങ്കിൽ അവന്റെ നന്മ വർദ്ധിപ്പിക്കാം, അതല്ലെങ്കിൽ അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടാലോ, ചെയ്തു പോയ തെറ്റ് പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇത് രണ്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്മയാണ്. അതുകൊണ്ട് നമുക്ക് ആയുസ് എന്നുള്ളത് അത് പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ അല്ലെ അപകടങ്ങളിലും മറ്റുമൊക്കെ മരണപ്പെടുന്ന പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പ്രതീക്ഷിക്കാത്ത നേരത്ത് മരണം പിടികൂടുന്ന പല ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി നമുക്കിപ്പോഴും ജീവിക്കാനും ജീവിച്ചിരിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. അപ്പൊ അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അതേപോലെ മറ്റൊരാൾക്കും നമ്മൾ കാരണത്താൽ ഈ ലോകത്ത് നിന്ന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, ഒരു പ്രവർത്തനം, അതിനു വേണ്ടിയുള്ള ഒരു പിന്നെ അത് കുട്ടികളാണെങ്കിലും പിന്നെ ഏത് കാര്യത്തിനു വേണ്ടിയാണെങ്കിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്നുള്ളതാണ് അള്ളാഹുവോടെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ആറാമത് പറഞ്ഞ കാര്യം അനാഥയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അനാഥയുടെ സ്വത്ത് അത് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അനാഥയെ സംരക്ഷിക്കാനൊക്കെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് വളരെ ന്യായമായി കൈകാര്യം ചെയ്യണം. അതൊരിക്കലും അന്യായമായിട്ട് ഉപയോഗിക്കരുത്. അതേപോലെ അവർക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ അവരെ നല്ല രൂപത്തിൽ കൃത്യമായിട്ട് നോക്കുകയും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്വത്താണെങ്കിൽ അവരുടെ സ്വത്ത് അവരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം എന്ന് പറയുന്ന അനാഥകളോടുള്ള ബാധ്യത, അല്ലെങ്കിൽ അവരെ അന്യായമായി അവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ കൈക്കലാക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ആറാമത്തേതായിട്ടുള്ളത്. ഇനി ഏഴാമത്തെ മസലയിൽ അളവും തൂക്കവും തികച്ചു കൊടുക്കണം. അളവും തൂക്കും, അതായത് കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു മര്യാദയാണ് അവിടെ പഠിപ്പിച്ചത്. അത് അളന്ന് കൊടുക്കുമ്പോൾ കൃത്യമായി പൂർത്തിയാക്കി കൊടുക്കുക, അളന്ന് വാങ്ങുമ്പോഴും പിന്നെ കൂടുതൽ ഒന്നും എടുക്കാതിരിക്കുക. അതൊക്കെ കച്ചവടവുമായി ബന്ധപ്പെട്ട മര്യാദ, വളരെ സത്യസന്ധത പാലിച്ചുകൊണ്ടുള്ള കച്ചവടമായിരിക്കണമെന്നാണ് അതിന്റെ ഒരു മര്യാദ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏത് രംഗത്ത്, ബിസിനസ് രംഗത്താകട്ടെ, കച്ചവട രംഗത്താകട്ടെ, നമ്മുടെ ജോലിയിലാകട്ടെ, അതിലൊക്കെ ഒരു സത്യസന്ധത പാലിക്കണം എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി എട്ടാമത് പറഞ്ഞത് സംസാരത്തിൽ നീതി പുലർത്തണം, മാന്യമായ സംസാരമായിരിക്കണം. സംസാരിക്കുമ്പോൾ അനാവശ്യങ്ങളും കളവുകളും പരിദൂഷണവും ഏഷണിയും ഒന്നും വരരുത്. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഞാൻ പിന്നെ അത് സമയ കുറവ് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. ആലിക്കും വസ്സാക്കും എന്ന് 3 ആയത്തിലും ആവർത്തിച്ച് അള്ളാഹ് പറഞ്ഞ എന്തുകൊണ്ടാ? ഇത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട വസിയത്തുകളായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരം കൊണ്ട് അനാവശ്യമായി മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകരുത്. അതല്ലെങ്കിൽ അവര് പിന്നെ അന്യായമായി അവര് വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടരുത്. കളവുകളും ഒന്നും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. നിങ്ങൾ ഖൂലു ഖൗലൻ സദീദ എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ശരിയായ വാക്ക് പറയണം, മാന്യമായ വാക്ക് പറയണം. നമ്മുടെ നന്മകളെ ഇല്ലാതാക്കി കളയുന്ന തരത്തിലുള്ള വർത്തമാനം നമ്മൾ പിന്നെ മുഴുകരുത്. അന്യന്റെ പോരായ്മകളും കുറവുകളും എല്ലാം പറഞ്ഞ് നമ്മളുടെ നന്മകൾ അവർക്ക് കൊടുക്കരുത്. പലപ്പോഴും ആളുകൾ കൂടിച്ചേരുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും കാണിക്കണം. അതിന്റെ ഗൗരവമൊക്കെ ഖുർആൻ പറഞ്ഞു, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഒരു വലിയ വിഷയങ്ങളാണ്. നമ്മുടെ നാവ് കൊണ്ട് നന്മ ചെയ്യാൻ ഒരുപാടുണ്ട്. നമുക്ക് നീതിയോടെ നിങ്ങൾ സംസാരിക്കുക, നല്ലത് പറയാ അല്ലെ. ഇപ്പം ഈ ഒരു പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു നന്മ ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുക, ഒരു തിന്മയിൽ നിന്ന് ഒരാളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, മോചിപ്പിക്കുക. അങ്ങനെ നാവ് കൊണ്ട് അതേപോലെ തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഒരുപാട് ഖുർആൻ പാരായണം അടക്കമുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. ആ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നന്മയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും തിന്മയിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് നരകത്തിലേക്ക് വീണു പോകുന്നതിൽ അവനെ ഏറ്റവും അതിന് കാരണമാകുന്ന ഒരു അവയവം കൂടിയാണ് അവന്റെ നാവ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ 9ാമത് അതിൽ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള കരാറുകൾ നിറവേറ്റണമെന്ന്. നമ്മൾ അള്ളാഹുവിനോട് കുറെ കരാറുകൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ
ഒന്നാമത്തെ കരാർ തന്നെയാണ് ഇത്. നമ്മൾ ഫാത്തിഹ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നമസ്കരിക്കുന്ന സമയത്ത് ഒരു ദിവസം 5 നേരത്തെ നമസ്കാരത്തിൽ എല്ലാ ദിവസവും നമ്മുടെ നമസ്കാരങ്ങളിൽ, നിർബന്ധ നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കരാറുണ്ട്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ? അതിന്റെ അർത്ഥം ആരാ പറയാ? ആരുമില്ലേ? പോയല്ലാരും. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ഓക്കെ, അതൊരു വല്ലാത്ത കരാറാണ്. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന കരാറാണ്. അള്ളാഹുവിനോടുള്ള കരാർ നിറവേറ്റുക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അള്ളാഹുവിനോടുള്ള കരാറാണ് ഇയ്യാക നഅ്ബുദു. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ. ഇത് ശരിക്ക് സാധാരണ ഖുർആനിലെ എല്ലാ കാര്യങ്ങളും എന്താ അങ്ങോട്ട് നമ്മളോട് പറയണം. എന്നാൽ ഇത് നമ്മൾ അങ്ങോട്ട് പറയണം. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ഒരു കരാറാണ്. ഈ ഫാത്തിഹയുടെ ആ വിശദീകരണത്തിലൊക്കെ കാണാം, ഇത് പറയുമ്പോ അള്ളാഹു പറയുമെന്നാണ്. ഹാദാ അഹ്ദി ബൈനി വ ബൈന അബ്ദി, ഇതെന്റെയും എന്റെ ദാസനും ഇടയിലുള്ള കരാറാണ്. ഇതവൻ പാലിച്ചാൽ വലിയ അബ്ദി മാ സഅല, അവൻ ചോദിക്കുന്നത് എന്റെ അടിമക്ക് ഞാൻ നൽകും എന്ന. അപ്പൊ ആ കരാർ പാലിക്കപ്പെടണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. പലപ്പോഴും ഈ ആരാധനയുടെ വിഷയത്തിലൊക്കെ അത് അള്ളാഹുവിന് മാത്രം എന്നതില് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ചിലതിലൊക്കെ ഉണ്ട്, നേർച്ച പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും വളരെ കുറവായിരിക്കും. എന്നാൽ സഹായ തേട്ടത്തിന്റെ വിഷയത്തിലാണ് എല്ലാ കാലഘട്ടത്തിലും സഹായം തേടുന്നത്. ഇനിയിപ്പോ എല്ലാ കാര്യത്തിനും അള്ളാഹുവിനോട് സഹായം തേടേണ്ടതുണ്ടോ, ഏതൊക്കെയാണ് അള്ളാഹുവിനോട് സഹായം തേടാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് മറ്റുള്ളവരോട് പറ്റുന്നത് എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകളും സംശയങ്ങളും അങ്ങനെ പല രൂപത്തിൽ ചില ആളുകൾ അള്ളാഹു മരിച്ചവരോട് പോലും സഹായം തേടുന്നതിന് ഖുർആനിൽ നിന്ന് തെളിവ് കണ്ടെത്താണ്. മരണപ്പെട്ടു പോയവരോട്, അതല്ലെങ്കിൽ ജിന്നുകളോട്, അതല്ലെങ്കിൽ മലക്കുകളോട്, അല്ലെങ്കിൽ മഹാന്മാരോട്, ഇവരോടൊക്കെ സഹായം തേടാൻ അവര് കഷ്ടപ്പെട്ട് ഖുർആനിൽ നിന്നൊക്കെ തെളിവ് ഇങ്ങനെ കണ്ടെത്താണ്. എന്നാൽ ഒരു തെളിവും നമുക്ക് അതിൽ കാണാൻ കഴിയില്ല. കാരണം എന്താ? ഈ ഫാത്തിഹയുടെ ആയത്ത് തന്നെ മതി. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതാണ്. എന്നാൽ നമുക്കിടയിൽ അനുവദനീയമായ കാര്യങ്ങൾ അതിൽ ആർക്കും സംശയമില്ലല്ലോ. അതാരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളോട് എന്തൊക്കെ സഹായം ചോദിക്കാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. കാരണം എനിക്കറിയാം നിങ്ങളോട് എന്താ ചോദിക്കേണ്ടത്, നിങ്ങൾക്കറിയാം എന്നോട് എന്താ ചോദിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ അത് പഠിപ്പിക്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ അതിനപ്പുറത്തുള്ള ഒരു കാര്യം, ഇപ്പൊ മരിച്ചു പോയ ഒരാളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലില്ലാത്ത ഒന്നിനോട് ചോദിക്കുന്നത്, അതൊക്കെ വേറെ രൂപത്തിലാ വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ അതൊക്കെ ഒരു സ്വാഭാവികമായ ബുദ്ധിയും ബോധവും വകതിരിവും പക്വതയും ഒക്കെ എത്തിയ ഒരാൾക്ക് തിരിച്ചറിയാനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്ന, എന്ത് പ്രതിസന്ധിയും പ്രയാസവും വന്നാലും ശരി അള്ളാഹു മാത്രം മതി എന്നെ രക്ഷിക്കാൻ എന്ന ആ ഒരു ദൃഢപ്രതിജ്ഞയാണ് സഹായം തേട്ടം അള്ളാഹുവിനോട് മാത്രം എന്നുള്ള ആ ഒരു സംഗതി നമുക്ക് അള്ളാഹുവിനോടുള്ള കരാറില് പ്രധാനപ്പെട്ടതാണ്. വേറെയും കുറെ കരാറുകളുണ്ട്. ഏത് കരാറുകളുമായിക്കൊള്ളട്ടെ അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ 10ാമത്തെ കാര്യം 153ാമത്തെ ആയത്തിൽ പറഞ്ഞ ഈ മാർഗം, ഇതാണ് നേരായ മാർഗം. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് തുടങ്ങി ഈ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കിയ ഇത്രയും കാര്യങ്ങൾ, ഇത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു നേരായ മാർഗമാണ്. ഈ നേരായ മാർഗത്തെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. വേറെ പല ആളുകൾ പല മാർഗങ്ങളും കൊണ്ടുവരും. അതാണ് ശരി, ഇതാണ് ശരി, അതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, അങ്ങനെ പലതും പറഞ്ഞു വരും. അപ്പോൾ ഫതഫറഖ ബിക്കും അൻ സബീലി, അത് നമ്മൾ പിൻപറ്റാൻ പോയാൽ ഈ നേരായ മാർഗത്തിൽ നിന്ന് നമ്മൾ പഴിച്ചു പോകും, നേരായ മാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോവും. അതുകൊണ്ട് ആ മാർഗങ്ങളിലേക്കൊന്നും പോവാതെ അള്ളാഹു ഈ പറഞ്ഞ ഖുർആനിന്റെ മാർഗം, ഖുർആൻ നിർദ്ദേശിച്ച മാർഗം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാർഗം, അതാണ് ദീനുൽ ഇസ്ലാമിന്റെ മാർഗം. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതില് എന്ത് ഇത് വന്നാലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും നോക്കി നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുപോയാൽ നേരായ മാർഗത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോവുകയില്ല. അതാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മൾ ഈ 3 ആയത്തുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വിശാലമായ കാര്യങ്ങളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതെല്ലാം ഓർത്തു വെക്കുക, പഠിക്കുക, പരമാവധി നോട്ട് ചെയ്തു വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം തീർന്നിട്ടുണ്ട്. അള്ളാഹു ഈ കേട്ടതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ ഇരുലോകത്തും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും അത് ഉപകാരപ്രദമാക്കി മാറ്റുമാറാകട്ടെ. റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.